രാവിലെ തന്നെ പത്രം വായിച്ചപ്പോഴും ഞാൻ ചിരിച്ച് എൻ്റെ ഊപ്പാടടങ്ങിപ്പോയി. എന്നാ അറിയാം, പത്തനംതിട്ടയിലുള്ള ഒരു വീട്ടമ്മയെ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്ന്. എങ്ങനെയാണെന്നറിയാം തട്ടിക്കൊണ്ടുപോയത്? ബൈക്കിലാ പോലും തട്ടിക്കൊണ്ടുപോയത്. ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നമ്മൾ മനുഷ്യന്മാർ മണ്ടന്മാറാ, നമ്മൾ മണ്ടന്മാരായിട്ട് അഭിനയിക്കലാന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതെന്ത് കേട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കാൻ മലയാളികളും ഒരു 5 ഉറുപ്പ്യല്ലേ നമ്മൾ ആ പത്രത്തിന് കൊടുക്കുന്നത്. ഒരു നിലവാരം വേണ്ട എഴുതുന്നോന്. അല്ല, എഴുതുന്നോനൊരു നിലവാരം എന്ന് വെച്ചാൽ ബൈക്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോവാ. അപ്പൊ ഉള്ള സംഭവം തന്നെയാന്ന് പോലും. ഞാൻ എനിക്ക് വിളിച്ച് ചോദിച്ചില്ല അപ്പാട്, അല്ല മനുഷ്യന്മാർ ഇത് എങ്ങനെയാണോ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോവാ? പണ്ട് സിനിമയിലെല്ലാം കേട്ടിട്ടുണ്ട്, ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചൻ ഇങ്ങനെ തോക്കെല്ലാം എടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് മറ്റേ എന്താ പറയണ്ടേ, ബാക്കിൽ പിന്നെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നേയും ഗുണ്ടകൾ വന്നിട്ട് നമ്മളെ പിന്നെ ടാക്കൂറും മറ്റേവരൊക്കെ അങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് പത്തനംതിട്ടയിൽ നിന്ന് ഒരു വീട്ടമ്മയെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയിട്ട് കാട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്ന് കേൾക്കുന്നത്. സംഭവം എന്താണെന്നറിയാം? സംഭവം ഉള്ളത് തന്നെയാണ്. തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല, ഓൻ്റെ വണ്ടീൻ്റെ ബേക്കിൽ കയറിയിട്ട് പോയതാണ്. അപ്പോൾ ഈ വീട്ടമ്മ സ്ഥിരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മുതൽ സോഷ്യൽ മീഡിയ വഴി ഒരുത്തിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഭർത്താവ് രാവിലെ ജോലിക്കും പോകും, മക്കളാണെങ്കിൽ സ്കൂളും പോകും, നല്ല സുഖല്ലേ പിന്നീട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. അങ്ങനെ അവസാനം എന്ന് പറഞ്ഞാൽ ഇത് നാട്ടുകാർ ആരോ കാണുകയും ചെയ്തു, പിടിക്കുകയും ചെയ്തു, ഭർത്താവ് അറിയുകയും ചെയ്തു. അപ്പാട് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഏട്ടാ അന്യോൻ തട്ടിക്കൊണ്ടുപോയതാന്നേ, അന്യോൻ തട്ടിക്കൊണ്ടുപോയതാന്ന് കേട്ടാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കരച്ചലാന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്ക് ചേഞ്ചങ്ങാറ്റില്ലായിട്ട് എന്തോ 50 രൂപയോ 100 രൂപയോ വാങ്ങിച്ചിന്, അങ്ങനെ എൻ്റെ പൈസയും തട്ടിയെടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ മൊബൈൽ തട്ടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ മലയാളികൾ എന്താ ഇങ്ങനെയായിപ്പോയത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഭർത്താവിനെ വേണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കി പോയിക്കൂടെ? അല്ലാതെ ചോറ് ഇവിടെയും കൂറ അവിടെയും എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് എത്രമാത്രം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഭർത്താവാണെങ്കിൽ അതിനപ്പുറത്ത് ഇവളെ പറയുന്ന മുഴുവൻ കേട്ടിരുന്നോളുമായിരുന്നു. എന്നാൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? ഏതായാലും ഞാൻ അറിഞ്ഞും കൊണ്ട് പോയതാന്ന്, ഇപ്പോഴും പിടിച്ചതാന്ന് നാട്ടുകാർ അങ്ങ് തീർന്നില്ലേ? അല്ലാതെ ഇതൊരു തട്ടിക്കൊണ്ടു പോകലാകുന്നു, ഇതൊരു കേസാകുന്നു. അല്ല, ഇവർ ഇത് ഒരു 3-4 മാസമായിട്ട് എല്ലാ ദിവസവും തട്ടിക്കൊണ്ടു പോകാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജഗതി ഏതോ സിനിമയിൽ പറയുന്നില്ലേ, എല്ലാവരും നമുക്ക് അപ്രന്റീസ് ആക്കാന്ന്. അതേപോലെയാണ് ഇപ്പോഴും എല്ലാ ദിവസവും എന്നെ തട്ടിക്കൊണ്ടുപോയിന്ന്. അത് മാത്രമല്ല, ഈ തട്ടിക്കൊണ്ടുപോയ ദിവസത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം ആദ്യം തട്ടിക്കൊണ്ടുപോയെന്ന് തന്നെ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? ഇത് ജനുവരി മുതൽ പരിചയപ്പെട്ട് അവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളൊരു കൃഷിയാണിത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് പത്തനംതിട്ടയിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല, ഇത് പല സ്ഥലങ്ങളിലും നടക്കുന്ന സംഭവമാണ്. ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരെ ഉൾട്ടയാക്കും. ഉൾട്ടയാക്കിയിട്ട് എന്ത് ചെയ്യും? ഈ ഭർത്താവിന് പിന്നാന്ന് പറഞ്ഞാൽ ഭാര്യനെ പ്രശ്നമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യണം, നിന്നെ ഞാൻ സ്വീകരിക്കണമെങ്കിൽ നീ അവൻ്റെ പേരിൽ കേസ് കൊടുക്കണം എന്ന് പറയും. അങ്ങനെയാണ് ഭർത്താവിൻ്റെ നിർബന്ധ പ്രകാരമൊക്കെയാണ് കേസ് കൊടുക്കുന്നത്. കാരണം ഭർത്താവിന് എങ്ങനെയെങ്കിലും നിന്നാണ് മറ്റവനെ കൊടുക്കണം, അതാണ് പ്ലാന്. അപ്പം നമ്മുടെ നിയമം അങ്ങനെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്ത്രീപരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അത് അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പൊന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇതുവരെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യാന്നറിയാം? ആരും അറിയാണ്ട് എവിടെയെങ്കിലും പോയിട്ട് വല്ല ഹോട്ടലോ അത് എടുക്കാനുള്ള പൈസ ഉള്ളവനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രേമിക്കണം. അല്ലാതെ ഇമാതിരി തോന്നിയവാസത്തിൽ പോകരുത്. കാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പാമ്പും കടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ, തീർന്ന കഥയാണെന്ന്. പറയാൻ പറ്റാത്ത സ്ഥലത്തെങ്ങാറ്റ് ആ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യുക? എങ്ങനെയാണ് നിങ്ങൾ പോയിട്ട് ചികിത്സ നേടുക? അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ ഉള്ളവൻ ഈ പിന്നെ ഹോട്ടലിലെങ്ങാറ്റ് ഒരു റൂം എടുക്കാൻ കഴിയുന്നവന് മാത്രം നിങ്ങൾ നല്ല റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിക്കും, താനെന്തോ പെണ്ണുങ്ങളെ മാത്രം പറയുന്നത്, ആണുങ്ങൾക്കിടെ പ്രശ്നമൊന്നുമില്ല. ആണുങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അവൻ ഈ പൂവ് അല്ലെങ്കിൽ വേറെ പൂവിൽ പിന്നെ തേൻ നുകരാൻ പോകും, അത്രയേ ഉള്ളൂ. കാരണം ഇതിനായിട്ട് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ലൗച്ചിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു ലൗച്ചിനെ തന്നിട്ടേക്ക് ഉറക്കം വരാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ തളർന്ന് കിടന്ന് പണിയെടുക്കുന്ന നമ്മുടെ ഭർത്താക്കന്മാരോടാണ് വല്ലപ്പോഴും ഭാര്യ ഒന്ന് നോക്കണം, അതായത് എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന്. എടോ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയിക്കുന്നതാണ്. ഈ പിന്നെ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാലോ ഇല്ലെങ്കിൽ വേറെ എന്തെന്നെടുത്ത് നോക്കിയാലോ കാണുന്നത് എന്താ? ഈ പീഡനം 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 മാത്രം. എല്ലാ സ്ഥലങ്ങളിലും പീഡനം മാത്രമാണ് കാണുന്നത്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും കുട്ടികളും ഉള്ളത്, അല്ലെങ്കിൽ ഭർത്താവ് പിന്നെ ഉള്ളത്, ഭർത്താവ് വിദേശത്തുള്ളത്. മിഞ്ഞാന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടല് ജീവനക്കാരനാണ്, ഓളി ജീവനക്കാരിയാണ്. ആ പാവം ആടെ മരുഭൂമിയിലാണ് ഉള്ളത്. എന്നിട്ട് അവന് വോയിസ് അയച്ചു കൊടുത്തിരിക്കുന്നത്, രമേശ
നീ ക്ഷമിക്കണം എന്നോട്, നിന്റെ ഭാര്യേനെയും കൊണ്ട് ഞാൻ പോവുകയാണ്, ഇനി ഞങ്ങളെ അന്വേഷിക്കണ്ട, ഞങ്ങൾ കേരളം വിട്ടിരിക്കുന്നു. നിന്നോട് എനിക്ക് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എനിക്ക് ഭയമാണ്. അതുപോലെ തന്നെ നീ വാങ്ങിച്ചു തന്ന, നീ കൊണ്ടുവന്ന് തന്ന സ്കോച്ചിന് ഞാൻ വേണമെങ്കിൽ നിനക്ക് അങ്ങോട്ട് പേ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട്, അതിൽ ഭർത്താവും കുറ്റക്കാരൻ തന്നെയാണ്. കാരണം വെച്ചാൽ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ വിളിച്ചിട്ട് ബാമോനെ എന്ന് പറഞ്ഞ് സൽക്കരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിലും കുറച്ച് മയത്തിലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറയുക തന്നെയാണ്, കൂതറകളുടെ സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ തൂറാതോം തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അത് ഈ നെറ്റ് ഇങ്ങനെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട്, മൊബൈലും നെറ്റും ഇങ്ങനെ ഇഷ്ടം പോലെ EMI ആയിട്ട് കിട്ടുന്നത് കൊണ്ട് എല്ലാവരുടെ കയ്യിലെന്ന് പറഞ്ഞാൽ ഈ സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചോറും കഞ്ഞിയില്ലെങ്കിലും കുഴപ്പമില്ല, റേഷൻ പിടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നെറ്റ് കിട്ടണം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൊബൈലും വേണം. ഇത് മാത്രമാണ് ഇതിലൂടെ അടിക്കുന്ന പഞ്ചാരകൾ. ഇതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. രാത്രി 2 മണിക്കും 3 മണിക്കും ഈ ലൗചിന്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ കുറേ എണ്ണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്താ, മറ്റുള്ളവർക്ക് ശല്യമാകാതെ രീതിയിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതുപോലെ നമ്മളെ ചിരിപ്പിക്കരുത്. 5 ഉറുപ്യ മുടക്കിയിട്ടാണ് നമ്മൾ ആ പത്രം വാങ്ങിക്കുന്നത്. നമ്മുടെ വീട്ടുകാരെല്ലാവരും വാങ്ങിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെയൊരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭ്രാന്തായതാണോ അല്ല നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതാണോ? ബൈക്കിൽ തട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചിട്ട് ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു. അല്ല ഈ ഈ മറ്റേ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒമിനി വാനിൽ തട്ടിക്കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട്. ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയിട്ട് കാട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അവിടുന്ന് ഇങ്ങനെയൊരു വാർത്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. പിന്നെ ആരോ പറഞ്ഞു വെട്ടിയിട്ട വാഴത്തടി പോലെ കിടക്കുന്ന കിടപ്പ് കണ്ട എന്ന് പറഞ്ഞ പോലെ ഈ വെട്ടിയിട്ട വാഴത്തടി ബേക്കിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോയതാണോ അതും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, പാമ്പ് കടിക്കുവാണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഇല്ലെങ്കിലെന്ന് പറഞ്ഞ വല്ല കടുവി ഉണ്ടാകും വയനാടങ്ങാറ്റാണെങ്കിൽ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഹോം ഉണ്ടല്ലോ ഇന്ന് നാട്ടിൻ പുറത്ത്, മുക്കിന് ടൂറിസ്റ്റ് ഹോമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റിസോർട്ടുകളാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നീട്ടി ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മാലാകന്മാരും മാലാകകളും ഇല്ലേ, അവരെടുത്ത് പോകൂ. അങ്ങനെയുള്ളവനെ പ്രേമിക്കാതൂ. അല്ല ഇതുപോലെയുള്ള കാട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് ഇവനൊക്കെ? അയ്യോ കഷ്ടം. അതിൻ്റെ ഭർത്താവിൻ്റെ ആ കുട്ടികളെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ്. ഇപ്പം അവനാണെങ്കിൽ ഇപ്പം അതിനെ ഒഴിവാക്കാനും പറ്റൂല. അവനിപ്പോൾ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ എന്നാ പറയേണ്ടത്, ഞെണ്ടിനെ പിടിച്ച പോലെയാണ് ഉള്ളത്. ഈ ഞെണ്ടിനെ കയ്യിൽ നിന്ന് ഇളക്കാനും പറ്റൂല, അതാണെങ്കിൽ ഇറുക്കി പിടിച്ചിട്ടാണ് ഉള്ളത്. അതുപോലെയാണ് ഇപ്പോൾ അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. കാരണം 2 മക്കളുണ്ട്, ഐറ്റങ്ങൾക്ക് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? അതിപ്പോൾ ഇയാൾക്ക് കഴിയില്ലല്ലോ, ഇയാൾക്ക് ജോലിക്ക് പോകണ്ടേ? ഇനിയിപ്പോൾ ഇതിനെയാണെങ്കിൽ വിശ്വസിച്ചിട്ട് നിർത്താനും പറ്റൂല. ഏതായാലും അതുകൊണ്ടൊക്കെയാണ് കേസ് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അത്രയും ഭയങ്കര കൂതറകളെ ഇങ്ങനെ പോകത്തുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ 2 ദിവസം കണ്ടു കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം പ്രണയം, മാങ്ങാത്തൊലി, മണ്ണാങ്കട്ട. അങ്ങനെ തന്നെ വിചാരിക്ക്. ഈ കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ള തള്ളേനെ പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞാൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവന് നിങ്ങൾക്ക് ചോറ് തരാനോ അവന് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഒന്നിനും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനിയും ചാടാൻ നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ നല്ലൊരു ജീവിതം നശിപ്പിക്കുന്നത്? ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് ഇതാ വേറെ ഏതെങ്കിലും ഒരുത്തനാ എന്നാൽ അവരെ കൊള്ളാവുന്ന ഒരുത്തൻ ഓനാണ്, അവൻ്റെ കൂടെ പോയിക്കൂടെ? അല്ലാതെ ഇമാതിരി പണിക്ക് നിന്നിട്ട് നാണം കിട്ടി നാറേണ്ട വല്ല ആവശ്യമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ആ പാപം കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കാര്യം, ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകളാം. കാരണം ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇത് കാണട്ടെ. കണ്ടിട്ട് എങ്ങാനും അവർക്കൊരു ബുദ്ധി ഉദിച്ചിട്ട് നാളെ മുതൽ ഞാൻ വരുന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം, ഇൻസ്റ്റഗ്രാം ഭയങ്കര ഡേഞ്ചർ. ലൗചിഹ്നം നോക്കിക്കോ, ആ ലൗചിഹ്നം വന്നിനോ പിന്നെ രക്ഷയില്ല മക്കളെ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഒരു ലൈക്കും ഒരു കമൻറ്റും മറന്നുപോലെ.